ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയവരെ ഗംഗോത്രിയിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. കൂടുതൽ SDRF, NDRF സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. 5 പേരുടെ മൃതദേഹം കണ്ടെത്തിയും 60-ലധികം പേരെ കാണാനില്ലെന്നുമാണ് SDRFന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം. പ്രളയത്തിൽ ഹർഷിലെ ആർമി ക്യാമ്പിലുണ്ടായ 10 സൈനികരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ദേശീയപാത 34-ൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ഋഷികേശിലേക്കുള്ള റോഡ് അടച്ചു. ഇന്നലെ 2 മണിയോടെ ധരാലി ഗ്രാമത്തിൽ ഖീർ ഗംഗയുടെ വൃഷ്ടിപ്രദേശത്താണ് മിന്നൽ പ്രളയമുണ്ടായത്. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ധരാരിയിലേക്ക് പോകുന്ന വഴിയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്. ഇന്നലെ വൈകിട്ടോടെയാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്ര വലിയൊരു അപകടമുണ്ടാകുന്നത്. ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയി. ഇപ്പോഴും അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണെന്നറിയാം. മണ്ണും ചളിയും എല്ലാം വന്നു മൂടി. എവിടെ തിരയണം, എങ്ങനെ തിരയണം എന്നുള്ള അറിയാത്തൊരവസ്ഥയാണ്. ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഹിമ, ഇന്നും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇതുവരെ 120 പേരെ രക്ഷപ്പെടുത്തി ഗംഗോത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തരകാശിയിലേക്ക് പോകുന്ന, ഉത്തരകാശിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ്. എനിക്ക് പുറകിലായി കാണുന്നത് ഈ ഭാഗീരഥി നദിയാണ്. നദിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്താകെ, ഉത്തരകാശി ജില്ലയിലാകെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഉത്തരകാശി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഉത്തരകാശി ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. ഉത്തരകാശി ടൗണിന് ശേഷമാണ് ധാരയിലെയും അതുപോലെ തന്നെ ഹാർഷിലും എല്ലാം തന്നെ വരുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് പലയിടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാനുള്ള വഴി അത് വലിയ രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ആ കല്ല് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 34 അല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറയണം. കാരണം ദേശീയപാത 34-ൽ പലയിടത്തും ഋഷികേശിൽ നിന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് പലയിടത്തും മണ്ണിടിച്ചിലാണ്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. NDRF സംഘങ്ങൾ പോലും വഴിയിൽ അകപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇന്നലെ രാത്രിയുള്ള യാത്രകളിൽ മുഴുവൻ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഉത്തരകാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴി, അത് ഡെറാഡൂണിൽ നിന്നും മുസൂരി വഴിയുള്ള വഴിയാണ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. മറ്റുള്ള റോഡുകളിലെല്ലാം ഇത്തരത്തിൽ കനത്ത മഴയും അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഹാർഷിലിൽ അത്യാവശ്യം വേണ്ട ഈ സൈനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നേരത്തെ തന്നെ തമ്പടിച്ചത് കൊണ്ടാണ് ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ധാരാളി ഗ്രാമത്തിൽ നിന്നും ആളുകളെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി ഗംഗോത്രി അടക്കമുള്ള മേഖലകളിലേക്ക്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 120 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 60 പേരോളം ഇപ്പോഴും എവിടെയാണെന്ന് അറിയാതെ അവർ കാണാതായി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം 5 എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ഈ 60 പേരെ സംബന്ധിച്ചുള്ള വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നതും. 85 സംഘ SDRF അല്പസമയത്തിനകം തന്നെ ധരാലി ഗ്രാമത്തിലെത്തും. അവർ ഈ തിരച്ചിലിൻ്റെ എല്ലാം തന്നെ, രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാം തന്നെ വേഗത കൂട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ചണ്ഡീഗഡിൽ നിന്ന് 4 വ്യോമസേന ഹെലികോപ്റ്ററുകൾ, അത് ചിനൂക്കും അപ്പാച്ചിയും അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുമുണ്ട്. അവയും ഈ രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. അതിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി നിൽക്കുകയാണ്. കാലാവസ്ഥ മാത്രമാണ് പ്രതികൂലമായി നിൽക്കുന്നത്. കാലാവസ്ഥ വെല്ലുവിളി ഇപ്പോൾ ഉയർത്തുന്നത് കൊണ്ട് തന്നെയാണ്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ചണ്ഡീഗഡിൽ നിന്നും ഇത് പറന്നുയർന്ന് ഈ ഉത്തരാഖണ്ഡിലേക്ക് എത്തി ധരാലിയിൽ വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം കൂടുതൽ സൈനികരും ജവാന്മാരും എന്തായാലും രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. പ്രത്യേകിച്ചും ഈ ക്യാമ്പിൽ നിന്ന് ഈ 11 പേരെ കാണാതായിരുന്നു. അതിൽ 2 പേരെ ലഭിച്ചിട്ടുണ്ട്, അതായത് കണ്ടുകിട്ടിയിട്ടുണ്ട്. മറ്റ് 9 പേരെ കൂടി, 9 സൈനികരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും ഉത്തരാഖണ്ഡിൽ ആകെ വളരെ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളെയും, രക്ഷാപ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും നല്ലപോലെ കോട ഇറങ്ങുന്നുണ്ട്. മഴ അത് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചെറുതായും വലുതായും എല്ലാം തന്നെ കനത്ത മഴ, പലയിടത്തുമുള്ള മണ്ണിടിച്ചിൽ, ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ എങ്ങനെയാണോ ബാധിക്കുക? ഇതിപ്പോൾ എത്ര ദൗത്യ സംഘം എത്തിയാലും ഇനിയും അവിടെ ഒരു അപകട സാധ്യതയുണ്ടെങ്കിൽ അത് രക്ഷാദൗത്യത്തെ ബാധിക്കില്ലേ?
വണ്ടിയിൽ കയറിക്കോ. തീർച്ചയായിട്ടും രക്ഷാദൗത്യത്തെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ റോഡ് ഗതാഗതം അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പോകാനുള്ള ഗതാഗതം ഉള്ളത് ഡെറാഡൂണിൽ ഇറങ്ങി ഡെറാഡൂണിൽ നിന്നും മുന്നോട്ട് പോവുക എന്നുള്ള വഴി, അതും വാഹന ഗതാഗതം സാധ്യമാകുന്നത് മുസൂരി വഴിയുള്ള ഒരു പാത മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പലയിടത്തും ഈ ദേശീയപാത 34 പോകുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് സാധ്യമാകുന്നത്, രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നത് ഈ ഹെലികോപ്റ്ററുകൾ വഴി എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം മാത്രമാണ്. അതും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായി ഈ ആളുകളെ ഗംഗോത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 120 പേരെ ഗംഗോത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഋഷികേശിലെ ആശുപത്രിയിലേക്ക് അടക്കം ആളുകളെ എത്തിക്കണമെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല. നമുക്കിപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴി നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ദുർഘടം പിടിച്ച പാതയിലൂടെ പോകേണ്ടി വരികയാണ് എന്നുള്ളത്. ഇതെല്ലാം ഈ കല്ലും മണ്ണുമെല്ലാം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ കനത്ത മഴയെ തുടർന്ന് ഇളകി വീണതാണ്. പല പാറക്കെട്ടുകളിൽ നിന്നും മലകളിൽ നിന്നും ഇറങ്ങി വീണതാണ്. ഇത് ദേശീയപാത 34 പോലുമല്ല, അതിനോട് ചേർന്നുള്ള ഈ ഭാഗീരഥി നദിയോട് തന്നെ ചേർന്നുള്ള മറ്റ് ചെറുവഴികളാണ്, ഇടവഴികളാണ്. ആ വഴി പിടിച്ചാണ് നമ്മളിപ്പോൾ മുന്നോട്ട് ഉത്തരകാശി ടൗൺ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വാഹനങ്ങളും, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ധരാലി ഗ്രാമത്തിലേക്ക് പോകുന്ന പല വാഹനങ്ങളും ഈ വഴിയെ തന്നെയാണ് വരുന്നത്. മറിച്ച് NH 34 പലയിടത്തും ഈ ഋഷികേശിൽ നിന്ന് മുന്നോട്ട് വരുന്ന വഴിയിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കല്ലും മണ്ണുമാണ് റോഡിന്റെ പല മേഖലകളിലും ഇപ്പോഴും നിലനിൽക്കുന്നത്. അതെല്ലാം തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭാഗീരഥി നദിയും എല്ലാം തന്നെ ഇപ്പോഴും പലയിടത്തും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു അതിൻ്റെ ഏറ്റവും വലിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നദി കരയിൽ താമസിക്കുന്ന ആളുകളോടടക്കം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉത്തരാഖണ്ഡും സർക്കാരും അതുപോലെ തന്നെ ഉത്തരകാശി ജില്ലാ ഭരണകൂടവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇനിയും തുടർ മേഘവിസ്ഫോടനങ്ങളോ മണ്ണിടിച്ചിലോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളെ, ധരാലി ഗ്രാമത്തിലുള്ള ആളുകളെയും ഹാർഷിൽ പട്ടണത്തിലുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഋഷികേശിലേക്കോ മറ്റിടങ്ങളിലേക്കോ സുരക്ഷാ സ്ഥലങ്ങളിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരുടെ ഒരു സംഘവും 85 അംഗ SDRF സംഘവും എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ധരാലിയിൽ എത്തും. അവർ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. 60 പേരെ സംബന്ധിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. 25 കെട്ടിടങ്ങളാണ്. 25 കെട്ടിടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൽ പല റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ഹോട്ടലുണ്ട്. മാത്രമല്ല ഈ ധരാലി ഗ്രാമത്തിൽ തന്നെയുള്ള വ്യാപാര കേന്ദ്രമുണ്ട്. അതെല്ലാം ഈ പ്രളയജലം എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിനടിയിലെല്ലാം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ അത് ഉണ്ട്. പല ആളുകളെയും ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ പലരുടെയും ഒച്ച കേൾക്കുന്നുണ്ട്. ഇന്നലെ കേട്ടിരുന്നു എന്നുള്ള കാര്യമടക്കമാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സൈനികരും SDRFും NDRFും തിരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് അവശിഷ്ടങ്ങൾ ഓരോന്നും പൊളിച്ചു നോക്കി അതിനകത്ത് ആളുകൾ ഉണ്ടോ, അതുപോലെ തന്നെ പല ഹോട്ടലുകളും ഹോം സ്റ്റേകളും മൂടി മണ്ണ് വന്ന് കിടക്കുകയാണ്. അതിനകത്തെല്ലാം ഇറങ്ങി ആളുകൾ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. അവരെ കൂടി പുറത്തെടുത്ത് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, പക്ഷേ ഏറ്റവും ദുർഘടമായിട്ടുള്ള കാര്യം. ദുർഘടം എന്ന് പറയാൻ കാരണം കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെയാണ്. ഓഗസ്റ്റ് 10-ാം തീയതി വരെ കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു.